ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കോടതി വിധി പറയണ സമയമാണ്. അപ്പോൾ സോണി കിരണോട് ചോദിക്കേണ്ട, കല്യാണിക്ക് എന്തെങ്കിലും എതിരായിട്ട് വിധി വരുമോ കിരണേട്ടാ, നമുക്ക് നോക്കാം എന്ന് കിരൺ പറയണ്ട കേട്ടോ സോണിയുടെ അടുത്ത്. ആ സമയത്ത് കോടതി ഇങ്ങനെ വിധി പറയുവാണ്. പൊതുനിരക്കിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലിയെന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ആദ്യം വന്നത്. കല്യാണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരി ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിലും പൊതുനിരപ്പിൽ ഒരാളെ പരസ്യമായിട്ട് തല്ലുന്നത് ശിക്ഷ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും കല്യാണിക്ക് ആകെ വിഷമമാട്ടോ. വിക്രത്തിനത് കേൾക്കുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നുന്നു. പ്രകാശിനും മനസ്സിലൊരു ബൾബൊക്കെ ഇങ്ങനെ കത്തുവാട്ടോ, രക്ഷപ്പെട്ടു എന്നൊക്കെ രീതിയിൽ. ആ സമയത്ത് കോടതി അതിനുശേഷം പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ തല്ലാനുണ്ടായ സാഹചര്യമാണ് കോടതി വിലയിരുത്തുന്നത്. വിക്രമാദിത്യ എന്ന് പറഞ്ഞ വിക്രത്തിന് കല്യാണി തല്ലിയത് രണ്ട് ചെറുപ്പക്കാരുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് കൊണ്ടും അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ നില ഭയങ്കര ഗുരുതരമാണ്. ശരണ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഭർത്താവായ മനോജിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ തെളിവ് നോക്കുകയാണെങ്കിൽ വിക്രമാദിത്യൻ തെറ്റ് ചെയ്തെന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്ന കാര്യമാണ്. എല്ലാ തെളിവുകളും വിക്രമാദിത്യനെതിരാണ്. അതുകൊണ്ട് തന്നെ വിക്രമാണ് ഈ കോടതിയിൽ ഇപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്നത്. കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഞങ്ങൾ പ്രശംസിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ആളെ സ്വന്തം അനിയനാണെന്ന് പോലും നോക്കാതെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നതുകൊണ്ട് നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുത് എന്നുള്ള ആ ഒരു ഇതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണീനെ പ്രശംസിച്ചുകൊണ്ട് ഈ കോടതിയിൽ വിക്രത്തിന് ഇതായിട്ടുള്ള ശിക്ഷാവിധി പറയാൻ പോവാണ്. റിമാൻഡ് ചെയ്യുവാണ് എന്ന് പറയുവാണ്. അതുപോലെ തന്നെ കല്യാണിനെ പ്രശംസിക്കുവാണ് എന്ന് പറയുമ്പോൾ വളരെയധികം നന്ദിയുണ്ട്, നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരത്തിനാണ് ഈ നാടിന് ആവശ്യം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ കല്യാണി കൈ കൂപ്പിയിട്ട് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. കല്യാണിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ കിരണും സോണിയും അതുപോലെ തന്നെ ശരണ്യയും കൂടിയിട്ട്. അതേസമയം വിക്രമിനെ റിമാൻഡ് ചെയ്യുകയാണെന്ന് പറയുമ്പോഴേക്കും വിക്രത്തിൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം വരുവായിട്ട്. പ്രകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ പ്രകാശൻ പുറത്ത് നിൽക്കുവാണ്. വക്കീലും ഉണ്ട്, കിരണും കല്യാണിയും എല്ലാവരും പുറത്ത് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് വിക്രത്തിന് ചങ്ങലയൊക്കെ കൊണ്ടുവരുവാണ്, കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വിക്രം നമ്മുടെ പ്രകാശിൻ്റെ അടുത്തേക്ക് വരുവാണ്. പ്രകാശിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പറയുന്നുണ്ട്, അച്ഛ എന്നൊരു നല്ല വക്കീലിനെ വെച്ചിട്ട് ജാമ്യത്തിലെടുക്കണേ അച്ഛ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രകാശൻ പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ മേത്തകിനെ പിടിച്ചിട്ട് മുഖത്ത് അപ്പുറത്തിപ്പുറത്ത് അടിച്ചിട്ട്, പോടാ സാറേ ഇവനെ കൊണ്ടുപോകാൻ നോക്ക്, കൊണ്ടുപോ എന്നിങ്ങനെ പറയുവാണ്. അച്ഛ എന്ന് പറയുമ്പോഴേക്കും പോടാ എന്നിങ്ങനെ പറയുവാണ് പ്രകാശൻ. അതിനുശേഷം നമ്മുടെ വിക്രത്തിന് പോലീസുകാരെല്ലാവരും കൂടി ജീപ്പിൽ കയറുന്ന സമയത്ത് വിക്രം ദേഷ്യത്തോടു കൂടി തന്നെ കല്യാണിനെ നോക്കുവാണ്. കല്യാണി ഇപ്പം തിന്നുമെന്ന രീതിയിൽ കല്യാണിയെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. കല്യാണി അവ പുച്ഛത്തോടു കൂടി വിക്രത്തെ നോക്കുവാണ്. അങ്ങനെ വിക്രത്തെ വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പ്രകാശൻ നെഞ്ചുവേദന വരുവാണ്. അപ്പോൾ വക്കീൽ അടുത്ത് തന്നെ ഉണ്ട്. സാറേ എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് നെഞ്ച് വേദനിക്കുന്നു സാറേ എന്ന് പറയാണ്. പ്രകാശായടോ എന്ത് പറ്റിയിടോ, എനിക്ക് നെഞ്ച് വേദനിക്കുന്നു സാറേ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് ആകെ തപ്പിത്തടന്നെ അവിടെ പോയി ഇരിക്കുക കേട്ടോ. ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വക്കീൽ എന്ത് പറ്റി സാറേ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാറേ, എനിക്ക് ഒട്ടും വയ്യ സാറേ എന്ന് പറയുവാണ്. അപ്പോഴേക്കും അവിടെ നമ്മുടെ കല്യാണിയും കിരണും സോണിയും അതുപോലെ തന്നെ ശരണ്യൊക്കെ വരുന്നുണ്ട്. കല്യാണി പറയുന്നുണ്ട്, ഓഹോ ഈ അവസരങ്ങളിലൊക്കെ ഇയാൾക്ക് ഹൃദയം ഉണ്ടെന്ന് മനസ്സിലാവണത്. ഇയാളുടെ ഹൃദയം നിന്ന് പോകണമെങ്കിൽ നിന്ന് പോട്ടെ സാറേ, ഒരുപാട് ആനുകൂല്യം ഞാൻ ചെയ്തതാണ്. ഇതിന് മുമ്പ് ഇയാൾക്ക് ഇതുപോലെ ഹൃദയവേദന വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ രാജപ്പൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കൊടുത്തതും അതിന് ഇയാളെ വായിക്കണതൊക്കെ ഞാൻ കേട്ടതാണ്. ഇനി ഞാൻ ഇയാളെ സഹായിക്കില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതേ സാറേ കല്യാണി പറഞ്ഞതാണ് ശരി, ഇയാളെ സഹായിച്ചിട്ട് ഒരു കാര്യമില്ല. കല്യാണി ഇപ്പം സഹായിക്കുകയാണെങ്കിൽ സഹായിക്കാതിരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അഭിമാനമാണ് കല്യാണിനെ കുറിച്ച് തോന്നുന്നത് എന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ട, അതേ സാറേ ഞാൻ എന്തായാലും ഇയാളെ സഹായിക്കില്ല, എന്താ ചെയ്യട്ടെ, ഇയാളൊക്കെ ഭൂമിക്ക് ഭാരമാണ്, ഇയാൾ ഇല്ലാതായി പോകണമെങ്കിൽ ഇല്ലാതെ പോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി വാക്കിരുന്നിട്ടെന്ന് പറഞ്ഞിട്ട് പുറംകാല് കൊണ്ട് പ്രകാശനെ തള്ളിയിടുന്ന പോലെ തള്ളിയിട്ടിട്ട് നമ്മുടെ കല്യാണി അവിടുന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ പുറകെ തന്നെ സോണിയും അതുപോലെ തന്നെ ശരണ്യയും കൂടി കല്യാണിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. പ്രകാശനോട് നെഞ്ചു എടുത്തിട്ട് ഇങ്ങനെ മറിയണ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, എടോ പ്രകാശ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, പക്ഷെ ചിലവും ഒന്നും തന്നെ ഞാൻ നോക്കില്ല എന്ന് പറയുമ്പോൾ സാർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും സാറേ എന്ന് പ്രകാശൻ പറയുക കേട്ടോ. അങ്ങനെ വക്കീൽ പ്രകാശിനെ പൊക്കിയെടുത്തോട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ പ്രകാശിനെ ICUവിലാണ് കയറ്റുന്നത്. അതിനുശേഷം ഡോക്ടർ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട് വക്കീലിനോട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ മകനായിരുന്നു എൻ്റെ കക്ഷി, കോടതിയിൽ ഇന്ന് വിധിയായിരുന്നു, തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അയാളുടെ മകനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുവാണെന്ന് പറയുവാണ്. അത് കേട്ട് നെഞ്ചുവേദന വന്നതാണെന്ന് പറയുമ്പോൾ എന്താ ഡോക്ടർ ചോദിക്കുമ്പോൾ കുറച്ച് സീരിയസ് ആണെന്ന് പറയുവാണ്.
ആ സമയത്ത് വക്കീൽ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, അമ്മയുടെ നമ്പർ ആയിരിക്കും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ്. ഓ നന്നായി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുവാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ദീപേനെയാണ്. ദീപ കിരണിനെയും കല്യാണിനെയും കാത്ത് ഉമ്മറ തന്നെ ഇരിക്കുന്ന സമയത്ത് അവർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദീപ വളരെ ചോദിക്കുന്നുണ്ട്, എന്തായി മക്കളെയും ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അമ്മയുടെ മകള് ജയിച്ചു, വിക്രത്തിനെ റിമാൻഡ് ചെയ്തു എന്ന് പറയാണ്. കല്യാണീനെ ശരിക്കും പറഞ്ഞാൽ കല്യാണി പൊളിച്ചടക്കിയമ്മ കോടതിയിൽ. ഇവളുടെ വാദം കേട്ട് എല്ലാവരും കൈയടിച്ചു പോയി എന്ന് പറയാണ്. എതിർഭാഗം വക്കീൽ പോലും പ്രശംസിച്ചു എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞ് വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്രകാശന നെഞ്ചുവേദന വന്നു അമ്മേ, ഞാൻ മൈൻഡ് ചെയ്തില്ല, നിന്ന് പോണെങ്കിൽ നിന്ന് പോട്ടെ അയാളുടെ നെഞ്ച് എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് കിരൺ പറഞ്ഞിട്ട്, ഇങ്ങനത്തെ ഒരു കല്യാണിനെ ആയിരുന്നു അമ്മേ എനിക്കിപ്പോൾ ഇഷ്ടം കൂടുതൽ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് കല്യാണി പോയി കഴിയുമ്പോഴേക്കും ദീപയെടുത്ത് കിരൺ ചോദിക്കേണ്ടത്, അമ്മേ സത്യം പറയാമേ, അമ്മക്ക് വിഷമമുണ്ടോ അമ്മയുടെ മകൻ ജയിലിൽ പോയതിൽ എന്ന് പറയുമ്പോഴേക്കും, എനിക്കോ വിഷമോ, മോൻ എന്തായി പറയണത്, അവൻ ജയിലിൽ പോട്ടെ, അവനും ഇല്ലാതാവണം, അതന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ഇങ്ങനത്തെ മക്കളെ എന്തിനാ പറയുന്നത്, ഇങ്ങനത്തെ മക്കളെ ശരിക്കും അമ്മമാർ തന്നെ ഇല്ലാതാക്കണേ നല്ലത്, അവനെ പ്രസവിച്ചല്ലോ എന്നുള്ള കുറ്റബോധം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ അകത്തേക്ക് കയറി പോവാണ്. കിരണോ അത് കേൾക്കുമ്പോൾ സന്തോഷമാവാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രകാശനാണെങ്കിൽ നെഞ്ചുവേദന എടുത്തിട്ട് അങ്ങനെ ആകെ ICUയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി ഓടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരുവാണ്. അതിനുശേഷം ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. എന്ത് പറ്റി ഡോക്ടറിൻ്റെ മോൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയുന്നത് കുറച്ച് സീരിയസ് ആണ്, പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ, ഇഞ്ചക്ഷന് വലിയ തുകയാകുമെന്ന് പറയുമ്പോൾ, അയ്യോ ഡോക്ടർ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷെ ഞാൻ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചുകൊണ്ട് വരാം, ഡോക്ടർ ആ ഇഞ്ചക്ഷൻ ഒന്ന് കൊടുക്കണം, എനിക്ക് വേറെ ആരുമില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് പറ്റില്ല, ഇതെൻ്റെ ഹോസ്പിറ്റലൊന്നും അല്ല, ഞാനിവിടുത്തെ ഡോക്ടർ മാത്രമാണ്, ഇവിടെ ചികിത്സയും കാര്യങ്ങളും മരുന്നുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടക്കണം, അല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ, ഡോക്ടറെ എനിക്ക് വേറെ ആരുമില്ല, പ്ലീസ് ഡോക്ടറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഡോക്ടറെ, അവൻ്റെ മോനെ ഇന്ന് കോടതിയിൽ വിധി വരുമായിരുന്നു, ഡോക്ടർ എന്തെങ്കിലും അറിഞ്ഞായിരുന്നു, അതൊക്കെ ഞാനിങ്ങനെ അറിയണത്, അതൊക്കെ നിങ്ങളുടെ മോനെടുത്ത് ചോദിക്കണം എന്ന് പറയുവാണ്. ഡോക്ടറെ എന്തെങ്കിലും ചെയ്യുമോ ഡോക്ടറെ, എനിക്ക് വേറെ ആരുമില്ല പ്ലീസ് ഡോക്ടർ എന്ന് പറയുമ്പോൾ, അതൊന്നും പറഞ്ഞ് നടക്കില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പൈസ ഏർപ്പാടാക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, ഇഞ്ചക്ഷൻ ഞാൻ അത് കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ, ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രമേ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോഴേ, അയ്യോ എൻ്റെ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചത്ത് കൈ വെച്ചിട്ട് മുത്തശ്ശി നേരെ പോണത് ICUവിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ പ്രകാശം നെഞ്ചുവേദന എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കിടക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ICUയുടെ വാതിൽ തുറന്നിട്ട് പ്രകാശിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. പ്രകാശിന് ആ സമയത്ത് ആകെ വിഷമിച്ച് നമ്മുടെ അമ്മേൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പ്രകാശിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അങ്ങനെ അവർ പരസ്പരം മാറി മാറി നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.